പേടിക്കല്ലേ. അങ്ങോട്ട് കയറി അങ്ങോട്ട് അമ്മനെ കയറ്റിട്ടെ കയറിപ്പൊക്കെ ഇതിലെ കാണാൻ എനിക്ക് സഹിക്കാൻ പറ്റിയത് സാറേ. അതിന്റെ അമ്മ നഷ്ടപ്പെട്ടത് അമ്മേനെ അഭ്യന്തര കാണിച്ചത്. ഇതിന്റെ എന്റെ അമ്മയുടെ ഇടയ്ക്കായിരുന്നു കടന്നുകൊണ്ടിരുന്നത്. അതാ സാറേ ഇവിടെ സംബന്ധിച്ചത് തന്നെ സാറേ. ഒരു തന്നെ നിങ്ങളുടെ നേരെ കൊണ്ടുപോകാൻ കണ്ടു നിൽക്കാൻ പറ്റാത്ത ഞാനും കുഞ്ഞുങ്ങളല്ല സാറേ ഉള്ളൂ. ഈ കുഞ്ഞുങ്ങൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഇയാൾ ഫോൺ വിളിച്ച് അടുത്തുള്ള എല്ലാവരും ഇവിടെ പഠിക്കണോ, ഇവിടെ എല്ലാത്തോടെ പഠിക്കലോ പഠിക്കില്ല. നേരം മുതൽ സങ്കടപ്പെട്ട് ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ വേണ്ടി ഇത് കാണാൻ പറ്റില്ല സാറേ. ഇത് കുഞ്ഞുങ്ങളുടെ കൂടെ പോയാൽ ഞങ്ങൾക്ക് ഇത്ര വേദന. അതാ കടക്കണത് നോക്കണത്. അത് അമ്മേൻ്റെ കാര്യത്തിൽ മണത്ത് നോക്കിയത് ആ രാത്രിക്ക് നാട്ടുകാർ ഒരുപാട് സഹായിച്ചു. ഞങ്ങൾ ഡോക്ടർമാർ 4 പേര് വന്നിട്ട് എല്ലാ നാട്ടുകാരും മരുന്ന് കൊടുക്കാനൊക്കെ കേട്ടെ ബോർഡിൽ കൊടുക്കാൻ പറഞ്ഞാൽ എല്ലാ നാട്ടുകാരും വളരെ കാര്യമാണ് സഹായിച്ചത്. സോഷ്യൽ മീഡിയ നമ്മൾ നല്ലതോ ചീത്തയോ എന്ന് ഇങ്ങനെ എല്ലാവരും ഡിസ്കസ് ചെയ്യാറില്ലേ? ഒരു നല്ലത് എന്തുമാത്രം നടക്കുന്നു നോക്കി എത്ര പേര് അറിയുന്നു അല്ലേ? അത് വളരെ കാരണം ഡോസിൽ കൃത്യമായ അളവിൽ മരുന്നുകൾ കൊടുക്കാൻ സഹായിച്ച നാട്ടുകാർ തന്നെയാണ്. ഒരു കാര്യമായിട്ടാണ് ഇടപെട്ടത്. 3 മണി വരെയൊക്കെ അവർ വളരെ 2000 മറ്റേ പ്രളയം ഉണ്ടായില്ലേ? പ്രളയം വന്നപ്പോൾ എൻ്റെ മറ്റേ പെരിയാറിൻ്റെ തീരത്താണ് എൻ്റെ തൊഴുത്ത്. 16-ാം തീയതി രാത്രിയില്ലേ വെള്ളം കയറിയത്? ഓഗസ്റ്റ് 16-ാം തീയതി. അതെ, ഓഗസ്റ്റ് 16-ാം തീയതി ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊഴുത്തിൻ്റെ അറ്റം വരെ വെള്ളം കയറി കഴിഞ്ഞു. അന്ന് എനിക്ക് ഏകദേശം 125ഓളം പശുക്കളുണ്ട്. അപ്പോൾ അതിൽ ഏകദേശം ഒരു 10-30 പശുക്കൾ പൂർണ്ണ ഗർഭിണിയാണ്. 9 മാസം ആവാറായതാണ്, പ്രസവിക്കാറായി. ഈ പശുക്കൾക്ക് അറിയാൻ കേട്ടോ എന്തോ ഒരു കലാമിറ്റി സംഭവിക്കാൻ പോകുന്നു. 16-ാം തീയതി ഉച്ചകൊണ്ടിരുന്ന് ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. എല്ലാം ചെവി ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ 16-ാം തീയതി രാത്രി ആയപ്പോഴത്തേക്ക് അവിടുത്തെ നാട്ടുകാർ മുഴുവൻ എന്നെ വിളിച്ചു. അവിടത്തുള്ള ഫുൾ ആൾക്കാരും വന്നു ഈ പശുക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നിൽ ഇത് വെള്ളം കയറുകയാണെങ്കിൽ വേലിയൊക്കെ കട്ട് ചെയ്ത് വിട്ടേക്കുക. നാടൻ പശുവാണെങ്കിൽ ചിലപ്പോൾ ജീവിക്കും, കാരണം ഇത് നീന്തി വരാൻ പറ്റും. എൻ്റെ എല്ലാം വലിയ HF പശുക്കളായതുകൊണ്ടേ ചിലപ്പോൾ നീന്താൻ പറ്റില്ല, ചത്തുപോകും. നാട്ടുകാരുടെ സഹായം എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരുന്നു എനിക്ക്. എല്ലാവരും കൂടി വന്നു. പക്ഷെ എന്തോ ഭാഗ്യം ഈ പശുവിൻ്റെ മുട്ടൊപ്പം വെള്ളം വന്നിട്ട് നിന്നു ഇവിടെ. അതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. കുറേ പശുക്കൾക്ക് അബോഷനായിരുന്നു. സ്ട്രെസ് പേടിച്ചോ അതെന്തോ സംഭവിക്കാൻ പോകും. ഓൾമോസ്റ്റ് 5 എണ്ണം ഗർഭിണിയായിരുന്നു. 5 ഗർഭിണിയായിരുന്നു. ഒരെണ്ണം മാത്രം 7 മാസം ഉണ്ടായിരുന്നു. ബാക്കിയുള്ള 5 മാസം ഗർഭിണികളുണ്ടായിരുന്നു.